ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യുന്നൊരു ലോങ് വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചു നമ്മുടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൻ്റെ ബിഹൈൻഡ് സീൻസും പിന്നെ നമ്മളെ സ്റ്റേജ് പ്രാക്ടീസും പിന്നെ നമ്മളെ പ്രാക്ടീസ് വീഡിയോ എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മളൊരു ടീം, പിന്നെ വേറെ 2-3 ടീം വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ടീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സീരിയലിലെ എല്ലാ അമ്മായിയമ്മമാരും കൂടിയിട്ടുള്ള ഒരു ഡാൻസും, പിന്നെ ജിൻഡോ ചേട്ടൻ, ഗബ്രി ചേട്ടൻ, പിന്നെ ജാസ്മിൻ, പിന്നെ ആരൊക്കെയാന്ന് സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. കുറച്ച് ആൾക്കാരെല്ലാം എനിക്കറിയാം. ഇത് മഞ്ജു ചേച്ചിയാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ കുറച്ച് അവരെ സെക്ഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ജിൻഡോ ചേട്ടനും ജാസ്മിനും ഗബ്രി ചേട്ടനെല്ലാം വന്നിട്ടുണ്ടായി. ജിൻഡോ ചേട്ടനൊന്നും പറയാനില്ല, ഭയങ്കര എനർജിയാണ്. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ മിണ്ടോ, അങ്ങനെ വല്ല സെലിബ്രിറ്റി ജാട കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കൊടുത്തതിന് ശേഷം ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പോകാൻ ഫോട്ടോ എടുക്കേണ്ട തത്രപ്പാടാണിത്. വീഡിയോ എടുക്കുന്നത് ഇത് വീഡിയോ ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്, ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്, ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്, ഇതാട്ടോ നിങ്ങളുടെ ഫ്രണ്ട് തന്നെ. കണ്ട ഗൈസ്, ഇത്ര സിമ്പിളാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ. അത് കഴിഞ്ഞിട്ടാവും നമ്മളെ ജാസ്മിനും ഗബ്രി ചേട്ടനും കൂടിയുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മളെ പ്രിൻസ് ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി. പിന്നെ ഇത് 2ാമത്തെ ദിവസം നമ്മൾ സ്റ്റേജ് പ്രാക്ടീസിന് വേണ്ടി പോയിട്ടുണ്ടായി. പാടി എത്തിയിട്ടുള്ള സംഭവ വികാസങ്ങളാണിത്. പണികളെല്ലാം ഉണ്ടത്രേ. പിന്നെ ഇത് എനിക്കറിയില്ല എങ്ങനെയാണ് ക്യാമറ പിടിക്കേണ്ടത്. ഞാൻ പ്രൊഫഷണൽ വ്ളോഗർ അല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയുന്നില്ല. പിന്നെ അതിൻ്റെ അകത്തിലാകെ സജന ചേച്ചിനെ മാത്രമേ എനിക്കറിയാം. ഇവരെല്ലാം അറിയാമെന്നുണ്ടെങ്കിലും പക്ഷെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ക്യാമറ എത്തിക്കുമ്പോൾ ഹലോ എന്നെല്ലാം പറയണം. പിന്നെ ഇതാ നമ്മുടെ അമ്മായിയമ്മമാരെപ്പോലുള്ള ഡാൻസ്. ഞാനത് വോളിയം ഇട്ട് കാണിച്ചു തരാം ഗൈസ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഷൂട്ട് ഡേ ആണ് ഗൈസ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ, അടുത്ത അവാർഡ് തുടങ്ങാനായി. അപ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നു. ഇത് ഷൂട്ട് ഡേ ആണ് ഗൈസ്. പിന്നെ ഇതാന്ന് തന്നെ മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടു. പിന്നെ ജാൻമണി ചേച്ചിനെ കണ്ട്, കൂടെ രഞ്ജിനി ചേച്ചിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് വന്നിട്ടുണ്ടായേ. ഇത് നമ്മൾ അലിൻ ജോസ് പെരേരയാണ് ഗൈസ്. ആരെല്ലാം ഉണ്ടായി, നമ്മുടെ ടെലിവിഷൻ അവാർഡ് ആയതുകൊണ്ട് എല്ലാം സീരിയൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കങ്ങനെ പേരൊന്നും അറിയില്ല. പിന്നെ ഇതാ ഇവരെല്ലാം ഗൈസ് പിന്നെ ഉണ്ടായത്. ഞാൻ പിന്നെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ നീ പേര് പറഞ്ഞിട്ട് വേണം നമുക്ക് അറിയണമെങ്കിൽ. പിന്നെ ഇതാരാന്ന് വെച്ചാൽ